ഞാനേ പെണ്ണിന്റെ അച്ഛൻ, പയ്യന്റെ അമ്മാവൻ എന്ന് വെച്ചാൽ ഇതിന്റെ ഓൾ ഇൻ ഓൾ. ഈ സദ്യ ഉണ്ടാവുന്നതിനോട് പിന്നാലെ പെട്ടിയും കൊണ്ട് നടന്നുകൊണ്ട് കാലെനിക്ക് പ്രയോജനമില്ല. ഊണും കഴിഞ്ഞ് ഏമ്പക്കം വിട്ടിച്ച് അവരങ്ങ് പോവും. ഇതിന്റെ ചില്ലാനത്തിന് നീ വരേണ്ടത് എന്റെ അടുത്താ. ഞാൻ ഈ ടിവിയിൽ നിറഞ്ഞു നിൽക്കട്ടടാ. ലൈറ്റ് പിടിച്ചേ, അത് ഭാവിയിൽ നിനക്ക് ഗുണം ചെയ്യും. ഇവിടെ ഇപ്പൊ എന്താ നടക്കണേ? എന്റെ മോളുടെ കല്യാണം. അല്ലാതെ പെണ്ണിന്റെ അച്ഛന്റെ ഫാഷൻ പരേഡ് ഒന്നുമല്ലല്ലോ. പിന്നെ എന്തിനാടോ താൻ കുറെ നേരമായി ഒന്ന് കുറയ്ക്കണേ? ആ ചെക്ക, നീ ഈ പെട്ടിയും കൊണ്ട് ഈ സാധനത്തിന്റെ പിന്നാലെ കെട്ടിത്തിരിയാണ്ടേ അവിടെ പെണ്ണൊരുങ്ങുണ്ട്, അത് പോയിട്ടേ. അയ്യോ, ഞാനത് മറന്നുട്ടാ. അതെടുത്തേക്ക് വേഗം വാ, അപ്പോഴേക്ക് ഞാൻ ഒരുങ്ങി നിൽക്കാം. അല്ല, അപ്പൊ തനിക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ. ഈ മീശ കല്യാണത്തിന് വേണ്ടി വാടകയ്ക്ക് എടുത്തതാ? അയ്യേ, ഇത് ഒറിജിനലാ. അപ്പൊ അത് നന്നായിട്ട് പിരിച്ച് കാക്കി പാന്റ് കയറ്റി ആ ഗേറ്റിന്റെ അപ്പുറത്ത് നിന്നിട്ട് ഞാൻ റെഡി. പക്ഷേ ആ ക്യാമറക്കാരൻ അങ്ങോട്ട് വിടണം. ഞാൻ കാക്കി പാന്റ് ഇട്ടേ. ഒന്ന് വഴിമാറി. ഒരു കഴുതമാട്. എന്റെ ഗൗരിയെ മണിക്കൂർ എത്രയായി ആ കുട്ടിയെ പിടിച്ചെടുത്തിട്ട്? ഇതുവരെ കഴിഞ്ഞില്ലേ? ഇങ്ങോട്ട് മറിക്കേ, ഇതൊന്നും പിടിച്ചേ. എന്നാ പിന്നെ അമ്മയ്ക്ക് നേരത്തെ വന്ന് ഒരുക്കായിരുന്നില്ലേ? എന്താ പറഞ്ഞേ? പിണങ്ങിയോ അമ്മ മോളും? പിണങ്ങാനൊക്കെ കാര്യമല്ലോ വേണോ? പോവാൻ തേടി. അതിന് എന്റെ മെക്കിട്ടൊന്നും കേറണ്ട. ഉത്തമേട്ടനാ പോയത്. പാവം, ഒരു പോള കണ്ണടച്ചില്ല എന്റെ കുട്ടി ഇന്നലെ. ഈ അങ്ങാടിയിലേക്കുള്ള ഓട്ടം മുഴുവനും അവനുള്ളതാണല്ലോ. വിശ്വമോഹനം ഹരിതീശ്വരം. എന്താ വൈകി? ഞാൻ ഒരാളല്ലേ എല്ലാം കൂടി. മാല കൃഷ്ണേട്ടാ, ഒരു സൈക്കിൾ എടുക്കണേ. എവിടേക്കാണ് രാവിലെ തന്നെ ഇത്ര ധൃതി പിടിച്ച്? അറിഞ്ഞില്ലേ, ഭൂതാങ്കത്തെ ഒരു ശവം പൊങ്ങിട്ടുണ്ടത്രേ. ആണോ പെണ്ണോ? ആർക്കറിയാം, ഞാൻ പോയി നോക്കിട്ട്. ചെല്ല്. ചത്തെങ്കി പിന്നെ ആണായാലും പെണ്ണായാലും ഒക്കെ കണക്കാ അല്ലേ ഉത്തമ? വന്നാട്ടെ അങ്ങോട്ടിരിക്കാം. എന്താ ഇത്ര ലേറ്റ് ആയത്? ട്രെയിൻ മിസ്സായി പോയി, അതോട്ടാ. ശരി. നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? നിന്നെ കാണാത്തതുകൊണ്ട് ഇവിടെ ലഹളയാ, വേറെ ആരുമല്ല, നിന്റെ മഞ്ചാടിക്കുരു. പൂവെത്താൻ വൈകിയതുകൊണ്ടായിരിക്കും. പൂവൊക്കെ കല്യാണത്തിന്റെ ഒരു പൈങ്കിളി ഏരിയാടാ. ഇതൊക്കെ വലിയ പ്രശ്നമാ പെണ്ണുങ്ങൾക്ക്. നീ കൊണ്ടു കൊടുക്ക. നമസ്കാരം. നമസ്കാരം. ഉത്തമേട്ടാ, ഇത് എവിടെ പോയി കിടക്കായിരുന്നു? എല്ലാം പെട്ടെന്ന് വേണം, വേഗായിക്കോട്ടെ. എന്തിനു പറയണു, ഒരു കാക്കി പാന്റ് ഇട്ട് മീശയും പിരിച്ച് ആ ഗേറ്റിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. എന്താടാ? എന്താ കാര്യം പറ. ശവം പൊങ്ങി, ഞാൻ കണ്ടു. ദേ പറയുമ്പോഴേക്കും സംഗതി കാട്ടുതീ പോലെ പരക്കും. ഇവിടെങ്ങാനും അറിഞ്ഞ ജയേട്ടന്റെ ചെവിയിലെത്തിയ എന്താ ചെയ്യാ ചെറിയ ചേട്ടാ? നമ്മൾ എന്താ ചെയ്യാ? മുഹൂർത്തം കഴിയുന്നത് വരെ മൂടി വെച്ചേ പറ്റൂ. ഹലോ. ശരി, പറയാൻ. ആരാ? കോട്ടയത്ത് നിന്നൊരു സജി തോമസാ. വിഷ് ചെയ്യാൻ വിളിച്ചതാ.
എവിടെയായിരുന്നു നീ ഇത്? പന്തലി തിരക്കണോ? ഓടി ഓടി തളർന്നു അല്ലേ? സണ്ണിച്ചായനെത്തി. ഇന്ന് രാവിലെ ബോഡി കണ്ടത്. ആരാ എന്റെ കൊച്ചുമോനെ കൊന്നത്? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വേണ്ട, എനിക്ക് വേണം അവനെ കൊല്ലാൻ. ഹലോ, കല്യാണം കഴിഞ്ഞിട്ട് എസ് ഇതുവരെ എത്തിയില്ലേ? അവന്റെ അമ്മായിയമ്മനെ കെട്ടിക്കാൻ കണ്ടൊരു നേരം. വിളിക്ക്. ഞങ്ങളുടെയൊക്കെ ജീവൻ അവിടെ വെള്ളത്തിൽ അനാശം പോലെ കിടക്കുന്ന അറിയോ? സാറുമായി സംസാരിച്ചോണ്ടിരിക്കുക. ഇനി അധികം സംസാരിക്കണടാ. അശോക, സണ്ണിച്ചായൻ അവിടെ പോലീസും പട്ടാളം ഒരു കോപ്പും വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. അങ്ങേരെ ഇറങ്ങിയാലേ നിന്റെയൊക്കെ പണി തീരും. എസ് പി ഓഫീസിനോട് വിളിച്ച് പറഞ്ഞേക്ക്. നേരം വൈകുന്നോറും കളി മാറുവേ. പറഞ്ഞേക്കാം. സ്റ്റേഷൻ ആക്രമിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എസ് പി ഓഫീസിലേക്ക് വിളിക്കട്ടെ സാർ? ശരി. ഇനി ഇവിടെ കൂടെ ഈ വധൂവരന്മാർക്ക് മധുരം കൊടുക്കുന്നതിന് പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ വേണ്ട വേണ്ട ഐതിഹ്യം വേണ്ടെങ്കിൽ വേണ്ട. വയറ് കീറാൻ പറ്റിയിരുന്നില്ല ഉത്തമന്. ബോഡി പൊങ്ങി. എപ്പോഴാ അറിഞ്ഞത്? നേരത്തെ അറിഞ്ഞു. പറയായിരുന്നില്ല എന്നോട്? ആ താലികെട്ട് അതങ്ങോട്ട് ഒഴിവാക്കായിരുന്നില്ലേ? ജയിലിലേക്കുള്ള വഴിയില് ഒരു പെണ്ണിന്റെ ജീവിതം കൂടെ തളച്ചിടണമായിരുന്നോ? ഒന്നും സംഭവിക്കില്ല. ഒന്നും. എല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്ന് എന്റെ മനസ്സ് പറയുന്നു. ബോഡി കണ്ട് ഇത്രയും നേരമായിട്ടും തനിക്കൊന്ന് അറ്റൻഡ് ചെയ്തുകൂടായിരുന്നു? സാർ അത് സാർ
കൊലപാതകത്തിന്റെ ഡീറ്റെയിൽസ് വേറെ വല്ലത് കിട്ടുമോ ചെക്ക് ചെയ്യുക. സാർ. ചെറിയ ചേട്ടാ, വേണ്ട. ഇനിയത് മുന്നോട്ട് പോയാൽ പിന്നെ തിരുത്താൻ പറ്റാത്ത ചതിയാവും. ഒരു കൂടപ്പറപ്പിനേക്കാൾ സ്നേഹം എനിക്ക് തന്നവനാ ഉത്തമൻ. അവൻ അപകടത്തിൽപ്പെടരുത്. ഇപ്പോ ഇവിടെ SP മുമ്പിൽ എല്ലാ സത്യവും തുറന്നു പറഞ്ഞ് ഞാൻ സറണ്ടർ ആവുന്നാവും ശരി. എന്താ ഈ പറയണേ? അല്ലെങ്കിൽ അവനും ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് വെച്ച് ബുദ്ധിമോശം കാണിക്കരുത്. നിങ്ങൾ തള്ളയും മോളും അറിയാതെ ഉത്തമൻ എങ്ങും പോവില്ലെന്നാണല്ലോ കേട്ടത്. എവിടെ ഉണ്ടവൻ? എന്തുണ്ടെങ്കിലും ഞങ്ങൾ അറിയേണ്ടതാ. പക്ഷെ ഇങ്ങനൊരു കാര്യം കുറച്ചു നേരത്തെ ഓടിപ്പിടിച്ചതിലേ വന്നെന്ന് പറയുന്നത് കേട്ടു. എന്നിട്ട് അപ്പൊ തന്നെ പോകുന്നതും കണ്ടത്രേ. സത്യം പറ, നിങ്ങൾ അവന്ന് കണ്ടില്ലേ? ഇല്ല. എവിടെ പോകുന്നു പറഞ്ഞോൻ? പറഞ്ഞോന്ന്. അവനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കുക. ഒരു കൊല ചെയ്തവനവൻ, മനസ്സിലായോ?